അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, നോമ്പ്, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഗൗരവം, അതിന്റെ പ്രത്യേകതകൾ എല്ലാം വിവരിക്കുന്ന ഒരു പ്രവാചക വചനം. അതിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാർക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട്. ആ സന്തോഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ, ഒന്ന് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഒന്നാമത്തേത് ഇതാ അഫ്തറ ഫരിഹ, അതായത് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. ആ സന്തോഷം ഇന്നലെ നമ്മൾ അനുഭവിച്ചതാണ്. ഇതുവരെയുള്ള നോമ്പ് എടുത്ത സമയങ്ങളിലെല്ലാം നമ്മൾ അനുഭവിച്ച ഒരു സന്തോഷമാണ് നോമ്പ് തുറക്കുന്ന സമയത്തെ സന്തോഷം. വിശപ്പും ദാഹവുമെല്ലാം ശരീരത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് മഗ്രിബ് ബാങ്ക് പ്രതീക്ഷിച്ച് ഒരൽപ്പം വെള്ളവും ഈത്തപ്പഴവും ഭക്ഷണ പദാർത്ഥങ്ങളുമായി നോമ്പ് തുറക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്. അത് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അനിർവചനീയമായ വല്ലാത്ത ഒരു സന്തോഷമാണ്. അത് നോമ്പില്ലാത്തവർക്ക്, നോമ്പ് നോൽക്കാത്തവർക്ക് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. നോമ്പുകാർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷം. ഇതേപോലെ രണ്ടാമത്തെ ഒരു സന്തോഷം, വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അത് ഇവിടുന്ന് കിട്ടൂല. അത് പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് ആ സന്തോഷം? നോമ്പുകാരൻ അവന്റെ നോമ്പു കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ആ സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം സ്വർഗത്തില് പലതരം വിഭവങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പല തവണ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും അനുഭൂതി നൽകുന്ന ഒരു അനുഭവം അത് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. ആ അനുഭവമാണ്, ആ സന്തോഷമാണ് നോമ്പുകാരന്റെ രണ്ടാമതായി, നോമ്പുകാരന്റെ സന്തോഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, അള്ളാഹുവിനെ കാണുക, പരലോകത്ത് വെച്ച് അവനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു അനുഭവമല്ല. അത് നമുക്ക് ഇവിടെ ഇന്ന് വിശദീകരിക്കാൻ നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല. അത് പരലോകത്തെത്തിയാൽ മാത്രം അനുഭവവേദ്യമാകുന്ന ഒരു കാര്യമാണ്. എത്രമാത്രമാണ് ആ സന്തോഷത്തിന്റെ വലുപ്പം, അല്ലെങ്കിൽ എത്രമാത്രം ആഹ്ലാദചിത്തരായിരിക്കും ആ സമയത്ത് നമ്മളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വർഗവാസികളായ ആളുകളോട്, അതിൽ പ്രവേശിച്ച ആളുകളോട് അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ സമയത്ത് സ്വർഗവാസികൾ പറയും, അള്ളാഹുവേ, ഇതിൽ പരം ഞങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇതാ ഈ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു, ഇതിൽ പരം എന്ത് കാര്യമാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടത് എന്ന ആശ്ചര്യത്തോടെ, വിസ്മയത്തോടെ സ്വർഗവാസികൾ ചോദിക്കും. ആ സമയത്ത് അള്ളാഹുവിനും ആ സ്വർഗവാസികൾക്കും ഇടയിലുണ്ടാകുന്ന ഒരു മറയുണ്ട്, അതങ്ങ് മാറ്റപ്പെടും. ആ സമയത്ത് സ്വർഗവാസികൾ അള്ളാഹുവിനെ കൺകുളിർക്ക കാണും. ആ കാഴ്ചയെ പറ്റി മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പൗർണമിരാവിൽ പൂർണ്ണചന്ദ്രനെ എത്രമാത്രം വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ, അതേപോലെ ഒരു കാർമേഘങ്ങളുടെ തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു പകലിൽ, കാർമേഘക്കെട്ടുകളില്ലാത്തൊരു പകലിൽ സൂര്യനെ എത്രമേൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ, അതിനേക്കാൾ ശോഭയോടെ വ്യക്തമായി അള്ളാഹുവിനെ ആ സമയത്ത് കൺകുളിർക്ക കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ സമയത്ത് സ്വർഗവാസികളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അവർക്ക് സ്വർഗത്തിലെ മറ്റെന്തിനേക്കാളും, മറ്റെന്ത് വിഭവത്തെക്കാളും അവർക്ക് അനുഭൂതിദായകമായ, അവർക്ക് ആനന്ദം നൽകുന്ന, അവരെ ആഹ്ലാദചിത്തരാക്കുന്ന ഒരനുഭവമായിരിക്കും അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്ന ആ മഹത്തായ സൗഭാഗ്യം. സഹോദരങ്ങളെ, ആ സൗഭാഗ്യമാണ് നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സന്തോഷമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ആ സന്തോഷം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാനും നിങ്ങളും ഈ റമദാനിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ റമദാനിനെ അള്ളാഹുവിന് പരലോകത്ത് കണ്ടുമുട്ടാനുള്ള ആ സൗഭാഗ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് പാപമുക്തമായ ഒരു ജീവിതമാണ്. അള്ളാഹുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആത്മാവിൽ കറകളഞ്ഞ ഒരു ആത്മാവോടെ, നൈർമല്യമുള്ള ഒരു മനസ്സോടെയാണ് അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് എങ്കിൽ അവിടെ നമുക്ക് സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ആ സന്തോഷം നേടിയെടുക്കാനുള്ള അവസരമാണിത്. നമ്മുടെ പാപമോചനത്തിനുള്ള നാളുകൾ, ജീവിതത്തിന്റെ ഈ സമയം വരെയുള്ള യാത്രക്കിടയിൽ, ഈ ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ, ഇവിടുത്തെ സൗകര്യങ്ങൾക്കിടയിൽ, ഇവിടുത്തെ യാത്രക്കിടയിൽ, ഇവിടുത്തെ അർമാദനത്തിനിടയിൽ അള്ളാഹുവിനെ വിസ്മരിച്ച് അവന്റെ ഉത്ബോധനങ്ങളെ മറന്നുകൊണ്ട് ജീവിതത്തിൽ പലതരം തെറ്റുകൾ, ഹറാമായ കാര്യങ്ങൾ ചെയ്തവരാണ് ഞാനും നിങ്ങളും. ശ്രദ്ധയോടെയോ അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ അറിവില്ലായ്മ കൊണ്ടോ വികാരങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടോ ഒക്കെ പലതരം അരുതായ്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കഴിയുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തു പോയ തെറ്റുകൾ ഈ നിമിഷം ഇല്ലാതാക്കാൻ, മായ്ച്ചു കളയാൻ സംവിധാനങ്ങളുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. ഒരു കടലാസ് പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതുമ്പോൾ അവിടെ അബദ്ധങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് മായ്ച്ചു കളയാൻ ആ പെൻസിലിന്റെ മുകളിൽ ഒരു ഇറൈസർ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്ഖലിതങ്ങൾ, തെറ്റുകൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, കണ്ണുകൊണ്ടും കൈകൊണ്ടും ശരീരത്തിന്റെ വ്യത്യസ്തമായ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപക്കറകൾ മായ്ച്ചു കളയാനുള്ള സംവിധാനങ്ങളാണ് തൗബയും ഇസ്തിഗ്ഫാറും പോലുള്ള പാപമോചനത്തിനുള്ള അള്ളാഹു ഒരുക്കിയ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, അഗ്നിശുദ്ധി വരുത്തുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. ഈ സ്വർണ്ണ ലോഹങ്ങളൊക്കെ നല്ല അതിശക്തമായ തീയിൽ വെച്ചുകൊണ്ട് അതിലുള്ള അശുദ്ധിയിൽ നിന്ന്, അതിലുള്ള കറകളിൽ നിന്ന് ആ സ്വർണത്തെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം. നോക്കൂ, ചൂടുകൊണ്ട് ശുദ്ധമാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്വർണം അതിൽപ്പെട്ട ആ തരത്തിലുള്ള ലോഹങ്ങൾ, ഇരുമ്പുകൾ തീ കൊണ്ട് ശുദ്ധമാകുന്ന കാര്യമാണ്. ഇതേപോലെ നോക്കൂ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച ആ വെള്ളത്തിലുള്ള അണുക്കൾ ഇങ്ങനെ നശിച്ചു പോകും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അഗ്നിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. റമദാൻ ഒരർത്ഥത്തിൽ അഗ്നിശുദ്ധിയാണ് വിശ്വാസിക്ക്. ആ പദം തന്നെ ശരിക്കും അങ്ങനെയാണ്. റമദാൻ എന്ന് പറയുന്ന അതിന്റെ പദപരമായ അതിന്റെ ആ ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റമദ് എന്നൊക്കെ പറഞ്ഞാൽ കത്തിക്കരിയുക, കരിച്ചു കളയുക, കഠിനമായ ചൂട് എന്നൊക്കെയാണ് അർത്ഥം. ആ റമദാനിന്റെ ചൂടിൽ നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകണം. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അരുതായ്മകൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, കണ്ടു തീർത്ത അശ്ലീലതകൾ, സംസാരിച്ച വൃത്തികേടുകൾ, കേട്ടുതീർത്ത വൃത്തികേടുകൾ, അത് കഴുകിക്കളയാനുള്ള അവസരമാണ് തൗബയും ഇസ്തിഗ്ഫാറും എല്ലാം. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പുറത്തു തരാൻ അള്ളാഹു കാത്തു നിൽക്കുന്ന സമയമാണ്, മണിക്കൂറുകളാണ് ഈ പരിശുദ്ധ റമദാനിന്റെ രാവും പകലുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സന്തോഷം, അള്ളാഹു സന്തോഷിക്കുന്ന ചില സമയങ്ങളുണ്ട്, നിമിഷങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റാണ് ഒരു വിശ്വാസി അള്ളാഹുവിനോട് തന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോഴുള്ള സമയം. നമ്മൾ ചെയ്ത ഒരു തെറ്റ്, നാഥാ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എനിക്കതിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്ന ഒരു സമയമാണത്. നമ്മൾ ചെയ്ത തെറ്റ്, ആ തെറ്റിന് നമ്മൾ പരിഹാരം തേടുമ്പോൾ, അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതുവഴി അള്ളാഹുവിന് സന്തോഷമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. ഏതുപോലെയാണ് ആ സന്തോഷം എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വിലപിടിപ്പുള്ള ഒരു സാധനം അത് കളഞ്ഞുപോയാൽ, അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുമ്പോൾ അതിന്റെ ഉടമസ്ഥനുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതുപോലെ ഒരു വിശ്വാസി അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ, തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ അള്ളാഹു സന്തോഷിക്കും. ഒന്നുകൂടി വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി. ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒട്ടകപ്പുറത്താണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഒട്ടകം എങ്ങോട്ടോ പോയിരുന്നു, അതിനെ കാണാനുണ്ടായിരുന്നില്ല.
നോക്കൂ, അറബികൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ, സഹാബിമാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മെറ്റഫർ ആയിരുന്നു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത്. കാരണം ഒട്ടകത്തെ കെട്ടിയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കാണാതെയാകും, നഷ്ടപ്പെട്ടു പോകും അതിനെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ അയാളുടെ ഒട്ടകം നഷ്ടപ്പെട്ടു പോകുന്നു, ഒരുപാട് അന്വേഷിച്ചു, അയാൾക്ക് വഴിയറിയുന്നില്ല, സഹായിക്കാൻ ആരുമില്ല, ഭക്ഷണങ്ങളില്ല, വെള്ളമില്ല. ആ സമയത്ത് മാനസികമായും ശാരീരികമായും തളർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ മനുഷ്യൻ തളർന്നു വീഴുന്നു, ഉറങ്ങിപ്പോകുന്നു, മയങ്ങിപ്പോകുന്നു. അവസാനം ആ മയക്കത്തിൽ നിന്നും ഉണരുമ്പോൾ മുമ്പിലതാ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം. ആ സമയത്ത് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ പറഞ്ഞുപോയി, അല്ലാഹുവേ, നീയാണ് എന്റെ അടിമ, ഞാൻ നിന്റെ ഉടമയും. നോക്കൂ, വാക്കുകൾ അവിടെ മാറിപ്പോയി സന്തോഷം കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ആ സന്തോഷമുണ്ടല്ലോ, ആ മനുഷ്യന്റെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമായിരിക്കും ഒരു വിശ്വാസി അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകൾ അതെന്താവട്ടെ അള്ളാഹുവിനോട് ഏറ്റുപറയുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന ആഹ്ലാദം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഈ സമയത്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ദുനിയാവിൽ കൂടി ആ തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുമ്പോൾ, ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ, പാപമോചനത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പരലോകത്ത് എത്തുമ്പോൾ ആ തെറ്റ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും മാത്രമല്ല, ദുനിയാവിൽ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാപമോചനം തേടിയാൽ, നിങ്ങൾക്ക് അല്ലാഹു സമൃദ്ധമായ മഴ ആകാശത്തു നിന്ന് ചൊരിയുന്നതാണ്, തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും സമൃദ്ധി നൽകും, ശക്തി നൽകും, നിങ്ങളെ സമ്പന്നരാക്കും. സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും, നിങ്ങൾക്ക് പുഴകൾ നൽകും, നദികൾ നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, പ്രഖ്യാപിക്കുകയാണ്. എന്തേതിനു വേണ്ടത്? നിങ്ങൾ ചെയ്ത തെറ്റുകൾ റബ്ബിനോടൊന്ന് ഏറ്റു പറയണം ആത്മാർത്ഥമായി. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദുനിയാവിൽ വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയും, നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ സമൃദ്ധിയുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉണർത്തുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു ഉന്മേഷം ലഭിക്കണമെങ്കിൽ ഒന്ന് ശാരീരികമായ ഒരു വൃത്തി അനിവാര്യമാണ്. അതേപോലെ എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ സ്ഥലവും വൃത്തിയായിരിക്കണം. നമ്മുടെ ഓഫീസ് വൃത്തിയായാൽ, നമ്മുടെ ശരീരം വൃത്തിയായാൽ, അവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ജോലി ചെയ്തു തീർക്കുവാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാകും. നമ്മൾ വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ, ഒന്ന് ഉറങ്ങുമ്പോൾ, അവിടെ അലങ്കോലമായ ഒരു വീട്ടിൽ, ഒരു റൂമിൽ കിടക്കുന്നതും വൃത്തിയുള്ള ഒരു വീട്ടിൽ കിടക്കുമ്പോഴുള്ള മാനസികാവസ്ഥ രണ്ടും രണ്ടാണ്. എന്നാൽ ആ വൃത്തിയുള്ള ശരീരത്തെ പോലെ, പരിസരത്തെ പോലെ നമ്മുടെ ആത്മാവിനെ നമ്മൾ വൃത്തിയാക്കിയാൽ അതിനേക്കാൾ സന്തോഷം, അതിനേക്കാൾ ഉന്മേഷം ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നോക്കൂ, റമദാനിലൊക്കെ പല ആളുകളും പറയാറുണ്ട്, കഴിഞ്ഞ റമദാനിൽ ഞാന് ഷുഗർ കട്ട് പരിശീലിച്ചു, പഞ്ചസാര ഭക്ഷണത്തിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കി, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിന് കുറെ നേട്ടങ്ങൾ ഉണ്ടായി, എനിക്ക് നല്ല ഉന്മേഷമാണ്, എനിക്ക് എന്റെ ചർമ്മത്തെ പോലും അത് ബാധിച്ചു, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എന്റെ ശരീരത്തിനുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അത്തരം ശരീരത്തിന് വേണ്ടിയുള്ള പ്രക്രിയകളോടൊപ്പം നമ്മുടെ ആത്മാവിനെ നമ്മൾ ശുദ്ധമാക്കിയാൽ, ചെയ്തു പോയ, സംഭവിച്ചു പോയ ഹറാമുകളും തിന്മകളും ഏറ്റുപറഞ്ഞു റബ്ബിനോട് പാപമോചനം തേടിയാൽ നമ്മൾ അതിനേക്കാൾ വലിയ ഉന്മേഷവും ഊർജ്ജസ്വലതയും ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്കൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് മാപ്പ് ലഭിക്കോ, അത്രമേൽ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത്ര വലിയ ഗുരുതരമായ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, എനിക്കൊന്നും തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും സാധ്യതകളില്ല എന്ന് പരാതി പറയുന്ന, അതുകാരണം ഇതൊന്നും ചെയ്യാത്ത, ആ തിന്മയിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ,
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹചരരെ ഉപദ്രവിക്കുന്ന ആളുകൾ, അതിനേക്കാൾ വലിയ ക്രൈം എന്താ? അതിനേക്കാൾ വലിയ തെറ്റെന്താണ് ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ? അങ്ങനെ ചെയ്ത ആളുകൾ അവരുടെ ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. അവിടെയും ഇവർ വന്ന് ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം തന്നെ ഉപദ്രവിച്ചവരുടെ മുമ്പിലേക്ക്, ആ നാട്ടിലേക്ക് മക്ക വിജയത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു അനുയായി വൃന്ദവുമായി കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്തും ഇസ്ലാം സ്വീകരിക്കാത്ത കുറച്ച് ആളുകൾ, മർക്കടമുഷ്ടിക്കാരായ ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു. അവർ ആ സമയത്തും സ്വീകരിച്ചില്ല, അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ. പക്ഷേ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അബൂ സുഫിയാൻ തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ നടത്തി, ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, ആ സമയത്ത് പോലും തങ്ങൾ ദുർബലമായിരുന്നിട്ട് പോലും, വളരെ ന്യൂനപക്ഷമായിരുന്നിട്ട് പോലും വലിയ ശക്തിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ ആ മക്ക വിജയത്തിന്റെ സമയത്തും ഉണ്ടായിരുന്നു. ഇക്രിമയെ പോലെ, അബൂജഹലിന്റെ മകൻ ഇക്രിമയെ പോലെ, സുഹൈൽ ഇബ്നു അംറിനെ പോലെയുള്ള ആളുകൾ. പക്ഷേ അവരും ഒരു ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു, തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. ജീവിതത്തിൽ പുതിയൊരു മനുഷ്യരായി അവർ മാറുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു, ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദ് യുദ്ധത്തിൽ വെച്ച് അതിക്രൂരമായി ഉപദ്രവിച്ച്, പീഡിപ്പിച്ച്, നിഷ്ഠൂരമായി കൊല ചെയ്ത ആളുകൾ, അത് ചെയ്യാൻ ഏൽപ്പിച്ചവരും അത് ചെയ്തവരും, ആ രണ്ടുപേരും പിന്നീട് തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ നടത്തി, മുസ്ലിങ്ങളായി. നോക്കൂ, ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പലതരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെല്ലാം നമുക്ക് ആത്മാർത്ഥമായ ഖേദമുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് മാപ്പ് നൽകാൻ ഒരു നാഥനുണ്ട്. എത്ര വലിയ തെറ്റുകളാണ് ചെയ്തത് എങ്കിലും, ജീവിതത്തിൽ ഭീമമായ അരുതായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിലും അതിന് മാപ്പ് നൽകാൻ, അത് പൊറത്തു തരാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ റമദാനിന്റെ രാവും പകലും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിനോട് പാപമോചനം തേടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 60-61 വചനങ്ങളാണ്. അള്ളാഹു ചോദിക്കാണ്, വതളഹകൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? ദുനിയാവിന്റെ പളപളപ്പിൽ, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മുഴുകിക്കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കാതെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാതെ, അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെടാതെ നിങ്ങൾ ഇപ്പോഴും ചിരിക്കുകയാണോ? വലാ തബ്കൂൻ, കരയാതെ, വഅൻതും സാബിദൂൻ, അശ്രദ്ധയോടെ നിങ്ങൾ ഇപ്പോഴും ജീവിതത്തെ ഇങ്ങനെ തള്ളി നീക്കുകയാണോ? അശ്രദ്ധരായി കൊണ്ടുപോവുകയാണോ? കരയാതെ ചിരിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഈ ജീവിതത്തെ ആ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഗൗരവമായി ജീവിതത്തെ കുറിച്ച് ആലോചിക്കാതെ, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടാതെ, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് കുറ്റബോധമില്ലാതെ നിങ്ങൾ നടക്കുകയാണോ എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ കരഞ്ഞവരാണ് ഞാനും നിങ്ങളും. നമുക്ക് പല ഘട്ടങ്ങളിൽ ഇമോഷണൽ ആവേണ്ടി വരും. ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതേപോലെ തന്നെ വിചാരിച്ച പല സംഗതികളും നടക്കാതെ വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്, ഇമോഷണൽ ആവാറുണ്ട്. നോക്കൂ, ഒരിക്കലെങ്കിലും അള്ളാഹുവിന് വേണ്ടി അവനെ ഓർത്ത്, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മഹാസൗഭാഗ്യമാണ് അത്തരം കരച്ചിലുകാർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റമദാനിൽ നോമ്പൊക്കെ തുറന്ന് ഇശാ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ തറാവീഹ് നമസ്കരിക്കുമ്പോൾ അവിടെ സുജൂദിൽ കടന്നുകൊണ്ട് ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്തു പോയ, സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണൊന്ന് ചെറുതായി നനഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ കണ്ണുനീർ തുള്ളിക്ക് വിലയുണ്ട്. നമ്മുടെ പരലോകത്ത് രക്ഷക്കതിന് കാരണമാകും. അങ്ങനെ കരയാൻ സന്നദ്ധമാണോ?
ജീവിതത്തിൽ പലതിനും വേണ്ടി കരഞ്ഞവരാണ് നമ്മൾ. പല കാര്യങ്ങൾ കൊണ്ടും കണ്ണ് നിറഞ്ഞവരാണ് നമ്മൾ. അള്ളാഹുവിന് വേണ്ടി പരലോകത്തെ ഓർത്ത് ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളും പാപങ്ങളും ഹറാമുകളും തിന്മകളും ഓർത്തുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി കണ്ണ് നനഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സന്നദ്ധമാണോ? ഈ റമദാനിന്റെ രാപ്പകലുകൾ അത്തരം കരച്ചിലുകൾ നമ്മളിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത മുഴുവൻ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാലിഹായ അമലുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് നാഥ, അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സഹിക്കവയ്യാത്ത വേദനകൾ കൊണ്ട് കഠിന കഠോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാഥ, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധ റമദാനിന്റെ ഓരോ സെക്കൻഡും വളരെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്താൻ, സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ ഒടുവിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, തഖ്വ പരിശീലിക്കാൻ ഈ കാലയളവിൽ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സുഹൃത്തുക്കളുണ്ട് നാഥ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അമിതമായ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ എപ്പോഴും നിന്റെ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഇണകളിൽ, മക്കളിൽ നിന്നിൽ നിന്നുള്ള കൺകുളിർമയും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.